വർഷം 1947. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് വ്യവസായ പുരോഗതിയുണ്ടെങ്കിലേ രാജ്യത്ത് തൊഴിലുണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു പഞ്ചാബിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രഘുനന്ദൻ ശരണിനെ വിളിപ്പിച്ച് ഒരു നിർദ്ദേശം വെച്ചു. ഇന്ത്യയിൽ ഒരു വാഹന നിർമ്മാണ കമ്പനി തുടങ്ങണമെന്ന ആവശ്യമാണ് നെഹ്റു മുന്നോട്ട് വെച്ചത്. ഇംഗ്ലണ്ടിലെ വലിയ വാഹന നിർമ്മാതാക്കളായ ഓസ്റ്റിൻ മോട്ടോഴ്സിന്റെ കാറുകൾ കൂട്ടിച്ചേർക്കുന്ന ജോലിയായിരുന്നു അശോക് മോട്ടോഴ്സ് ആദ്യം ചെയ്തത്. 1949 സെപ്റ്റംബറിൽ ആദ്യത്തെ A40 കാർ കമ്പനിയിൽ നിന്നിറങ്ങി. യാത്രാ വാഹനങ്ങളോളം തന്നെ ഡിമാൻഡ് ചരക്കു വാഹനങ്ങൾക്കും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ അശോക് ലെയ്ലാൻഡ് നിർമ്മിക്കുന്ന ട്രക്കുകളുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് കൂട്ടിച്ചേർത്ത് വിറ്റു തുടങ്ങി. സ്വതന്ത്ര ഇന്ത്യ നിർമ്മാണ പ്രക്രിയയിൽ ശ്രദ്ധയൂന്നിയതോടുകൂടി ചരക്ക് നീക്കത്തിന് ട്രക്കുകൾക്ക് വലിയ ഡിമാൻഡ് വന്നു. ഇന്ന് നിർമ്മാണ രംഗത്ത് 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ വാണിജ്യ നിർമ്മാതാക്കളായ അശോക് ലെയ്ലാൻഡിന്റെ വിജയകഥയുടെ തുടക്കമായിരുന്നത്.